friends, welcome to Hamictech graphics. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഒരു ഇന്ത്യൻ നിർമ്മിത ബ്ലൂടൂത്ത് സ്പീക്കർ ആയിട്ടുള്ള Mivi Roam 2 എന്ന ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്പീക്കറിന്റെ വിശേഷങ്ങൾ നമുക്ക് വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കാം. ഈ ഒരു ബോക്സിനുള്ളിലാണ് Mivi Roam 2 വരുന്നത്. ബോക്സിനുള്ളിൽ Mivi Roam 2 മൈക്രോ USB കേബിൾ, ഓക്സ് കേബിൾ, യൂസർ മാനുവൽ, പിന്നെ ഒരു വാറണ്ടി കാർഡും. Mivi Roam 2ന്റെ സ്പെസിഫിക്കേഷൻസ് നോക്കാം. വെയിറ്റ് 318 ഗ്രാം, ബ്ലൂടൂത്ത് വെർഷൻ 5ഉം കൂടാതെ ഡസ്റ്റ് ആൻഡ് വാട്ടർ പ്രൂഫുമാണ്. 52 mm ഡ്രൈവറാണ് Mivi Roam 2ൽ. ബാറ്ററി കപ്പാസിറ്റി 2000 mAh, ചാർജിംഗ് ടൈം 3 മുതൽ 4 മണിക്കൂർ, പ്ലേബാക്ക് ടൈം 50% വോളിയത്തിലാണെങ്കിൽ 24 മണിക്കൂർ പ്ലേബാക്ക് ടൈം കിട്ടും. 4 കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ വാങ്ങിയത് ബ്ലാക്ക് കളറിലുള്ളതാണ്. കൂടാതെ ഗ്രീൻ, ബ്ലൂ, റെഡ് എന്നീ കളറുകളിൽ നമുക്കിത് ലഭിക്കുന്നതാണ്. ഞാൻ ഈ ഒരു സ്പീക്കർ വാങ്ങിച്ചത് 899 രൂപയ്ക്കാണ്. അന്ന് എന്തോ ഓഫറിലാണ് എനിക്കത് ലഭിച്ചത്. ഇന്നിപ്പോൾ ആമസോണിൽ അതിൻ്റെ വില നോക്കിയപ്പോൾ 1100 രൂപയോളം അടുത്തുണ്ട്. അപ്പം നിങ്ങൾ നോക്കിയിരിക്കുക, വില കുറയുന്നതനുസരിച്ച് നിങ്ങൾക്കിത് വാങ്ങിക്കാവുന്നതാണ്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഈ ഒരു പ്രൊഡക്റ്റ് ലഭ്യമാണ്. Mivi Roam 2ന്റെ പോസിറ്റീവ് സൈഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1. ഗുഡ് ഡിസൈൻ. പ്ലാസ്റ്റിക് ബോഡിയും കൂടാതെ മാറ്റ് ഫിനിഷുമാണ് Mivi Roam 2. ഫ്രണ്ട് സൈഡിൽ മെറ്റാലിക് ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ മിവിയുടെ ബ്രാൻഡിങ് കൂടി നല്ലൊരു ഡിസൈനാണ് ഈ സ്പീക്കറിന് ലഭിച്ചിരിക്കുന്നത്. റെക്ടാങ്കിൾ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്യാരി ചെയ്യാനും നമ്മുടെ പാൻറ്റിൻ്റെ പോക്കറ്റിലും പേഴ്സിലും ഒക്കെ വെക്കാൻ സ്യൂട്ട് ആവുന്ന ഒരു ഷേപ്പ് തന്നെയാണിത്. ഓവറാൾ നല്ലൊരു ഡിസൈനിങ്, ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ ഈ Mivi Roam 2 എന്ന് പറയുന്നത്. 2. ഡുവൽ കണക്ടിവിറ്റി. നമ്മുടെ ഈ ഒരു സ്പീക്കറിൽ ബ്ലൂടൂത്ത് മോഡും അതുപോലെ ഓക്സ് മോഡും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2 മോഡിലും പ്രോൺസും കോഡ്സും ഉണ്ട്. ഓഡിയോ ക്വാളിറ്റിയും ബട്ടൺ കൺട്രോളും എല്ലാം പക്ക ബ്ലൂടൂത്ത് മോഡാണ് സൂപ്പർ. എന്നാൽ ഗെയിമിംഗ് ആണ് നിങ്ങളുടെ പ്രയോറിറ്റി എങ്കിൽ ഓക്സ് മോഡാണ് കുറച്ചും കൂടി ബെറ്റർ. 3ാമത്തെ പോയിന്റ്, സ്റ്റീരിയോ മോഡ്. 2 Mivi Roam 2 നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ സ്റ്റീരിയോ മോഡിൽ നിങ്ങൾക്ക് പാട്ട് ആസ്വദിക്കാൻ കഴിയുന്നതാണ്. സ്റ്റീരിയോ മോഡിൽ കുറച്ചും കൂടെ ഓഡിയോ ക്വാളിറ്റി, ഓഡിയോ ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. 4ാമത്തെ പോയിന്റ് ഫോർ ബാസ് ലവേഴ്സ്. 52 mm ഡ്രൈവറാണ് സ്പീക്കറിൽ. ബാസ് ബൂസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്പീക്കറാണ് Mivi Roam 2. വോക്കൽസും ട്രബിൾസും കുറച്ച് കുറവാണെങ്കിലും നല്ല ബാസ് പെർഫോമൻസ് ആണ് സ്പീക്കറിൽ നിന്ന് ലഭിക്കുന്നത്. നിങ്ങളൊരു ബേസ് ലവർ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത്. 5ാമത്തെ പോയിന്റ്, ഇൻബിൽട്ട് മൈക്രോഫോൺ. അത്ര ബെറ്റർ ആയിട്ടുള്ള മൈക്കല്ല സ്പീക്കർ എങ്കിലും ഈ ഒരു പ്രൈസിൽ ഇൻബിൽട്ട് മൈക്രോഫോൺ കൊടുത്തത് വളരെ യൂസ്ഫുൾ ആണ്. 6ാമത്തെ പോയിന്റ്, ഗുഡ് ഫോർ ഗെയിമിംഗ്. ഓക്സ് മോഡിൽ യാതൊരു ഡിലേയും കൂടാതെ ഗെയിമിംഗ് കളിക്കാൻ കഴിയുന്നുണ്ട്. എന്നാലും ബ്ലൂടൂത്ത് മോഡിൽ നമ്മൾ ഗെയിം കളിക്കുമെങ്കിൽ അതിൻ്റെ ചെറിയ പോരായ്മ നമുക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഗെയിമിംഗ് ഓഡിയോ പെർഫോമൻസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓക്സ് മോഡിൽ തന്നെ ഗെയിമിംഗ് കളിക്കുക. 7ാമത്തെ പോയിന്റ്, ഗുഡ് ബാറ്ററി ലൈഫ്. സീരിയസ്ലി ഈ ഒരു പ്രൈസ് ലിമിറ്റിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ബാറ്ററി തന്നെയാണ് നമുക്ക് ഈ ഒരു Mivi Roam 2 കിട്ടുന്നത്. 1ാമത്തെ കാരണം 2000 mAh ബാറ്ററി കപ്പാസിറ്റി. 2ാമത്തെ കാരണം 50% വോളിയത്തിൽ 24 മണിക്കൂർ പ്ലേബാക്ക് ടൈം ലഭിക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാൽ തന്നെ നല്ലൊരു ബാറ്ററി ലൈഫ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പോസിറ്റീവ് സൈഡ്. ഇനി നമുക്ക് ഇതിൻ്റെ നെഗറ്റീവ് സൈഡൊക്കെ നോക്കാം. 1. ആവറേജ് ബിൽഡ് ക്വാളിറ്റി. സ്റ്റൈലിഷ് ഡിസൈൻ ആണെങ്കിൽ പോലും ആവറേജ് ബിൽഡ് ക്വാളിറ്റിയാണ് സ്പീക്കറിനുള്ളത്. 2ാമത്തെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഓക്സ് കണക്ടിവിറ്റി. ഓക്സ് കണക്ടിവിറ്റിയിലുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ലൊരു പെർഫോമൻസ് നമുക്ക് ലഭിക്കത്തില്ല. അതുപോലെ ഓക്സ് കേബിൾ എന്ന് പറയുന്നത് വലിയ ലെങ്ത് ഒന്നും ഉള്ളതല്ല. അപ്പോൾ ഈ ചെറിയ ഡ്രോബാക്ക് നമുക്ക് ഈ ഒരു സ്പീക്കറിൽ ഉള്ളതാണ്. അടുത്ത നെഗറ്റിവിറ്റി എന്താണെന്ന് വെച്ചാൽ നമുക്ക് മൈക്രോ USB പോർട്ടാണ് ഇതിലുള്ളത്. അതുപോലെ മൈക്രോ USB കേബിളാണ് ലഭിക്കുന്നത്. പിന്നീട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നില്ല. അത്തരത്തിലുള്ള ചെറിയൊരു ഡ്രോബാക്ക് നമ്മുടെ ഈ ഒരു സ്പീക്കറിൽ ഉണ്ട്. അടുത്ത പോയിന്റ്, നോ SD കാർഡ് സ്ലോട്ട്. അതായത് SD കാർഡ് സ്ലോട്ട് നമുക്ക് ഈ ഒരു സ്പീക്കറിലില്ല. 5ാമത്തെ പോയിന്റ്, നോ FM. അതായത് FM നമുക്ക് ഈ ഒരു സ്പീക്കറിൽ സപ്പോർട്ട് ചെയ്യത്തില്ല. ഇപ്പോൾ നമ്മൾ കണ്ട ചെറിയ ചെറിയ ഡ്രോബാക്ക് മാത്രമേ നമ്മുടെ Mivi Roam 2-നുള്ളൂ. ഇനി നമുക്ക് ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്യാം.
അപ്പോൾ ഇതാണ് ഈ ഒരു സ്പീക്കറിൻ്റെ സൗണ്ട് ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ. നല്ല ഒരു സൗണ്ട് ക്വാളിറ്റിയാണ് ഈ ഒരു സ്പീക്കർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു മ്യൂസിക്കിൻ്റെയൊക്കെ വോളിയം ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനെല്ലാം സാധിക്കുന്നതാണ്. ഇവിടെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് വോളിയം ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ മൈനസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വോളിയം ഡിക്രീസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇപ്പോൾ പ്ലേ ചെയ്തിരിക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് നമുക്ക് സാധിക്കുന്നതാണ്. വീണ്ടും പ്ലേ ചെയ്യാൻ സാധിക്കും. ഇനി ഈ ഒരു സോങ് മാറ്റി അടുത്ത സോങ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലസ് ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ പ്ലേ ആവുന്നതായിരിക്കും. അതുപോലെ പ്രീവിയസിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് എന്ന ബട്ടണിൽ ലോങ് പ്രസ് ചെയ്താൽ മതി. അതുപോലെ നമുക്ക് ഫോണിൽ വരുന്ന കോളൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാനും ഡിക്ലൈൻ ചെയ്യാനെല്ലാം സാധിക്കുന്നതാണ്. ഇവിടെ ആ ഒരു പ്ലേ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാനെല്ലാം സാധിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാനും കോൾ റിജക്റ്റ് ചെയ്യാനും എല്ലാം നമുക്ക് ഈ ഒരു ബട്ടൺ യൂസ് ചെയ്യാം. നമ്മുടെ പ്ലേ ബട്ടൺ യൂസ് ചെയ്താൽ മതി. അത് യൂസ് ചെയ്ത് നമുക്ക് വരുന്ന കോൾ അറ്റൻഡ് ചെയ്യാനും റിജക്റ്റ് ചെയ്യാനും എല്ലാം സാധിക്കുന്നതാണ്. അതുപോലെ നമ്മൾ ലാസ്റ്റ് വിളിച്ച നമ്പറിലോട്ട് റീഡയൽ ചെയ്യാൻ വേണ്ടി ഈ ഒരു പ്ലേ ഐക്കൺ ഉണ്ടല്ലോ, അത് 2 പ്രാവശ്യം ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സ്പീക്കർ വർക്ക് ചെയ്യുന്നത്. ഓവറോൾ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ലഭിക്കുന്ന ഏറ്റവും മികച്ച ഒരു സ്പീക്കറാണിത്. അത് മെയ്ഡ് ഇൻ ഇന്ത്യ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഈ ഒരു മിവി റോം 2 എന്ന് പറയുന്ന സ്പീക്കർ. അപ്പം എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതും നല്ല ഒരു ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറയാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.